കഴിഞ്ഞ വീഡിയോയിലെ കുംഭത്തിൽ രാഹു നിന്നാലുള്ള ചില ഫലങ്ങൾ പറഞ്ഞിരുന്നു. അതിന്റെ ബാക്കിയാണ് ഇത്. അതൊന്ന് നോക്കിക്കോണേ. അതിൽ പറഞ്ഞിരുന്നു 1932, 33, 50, 51, 68, 69, 88, 89, 2006, 7, 2025, 26 ഈ വർഷങ്ങളിൽ ജനിച്ച ആളുകളുടെ ഫലങ്ങളാണ് പറഞ്ഞത്. ഇച്ചിരിയൊക്കെ വ്യത്യാസം വരുന്നാലും ഏകദേശം ഈ വർഷങ്ങളിൽ ജനിച്ച ആളുകളെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാം കറക്റ്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്കൊരു വലിയ നെറ്റ്വർക്ക് സർക്കിൾ തന്നെ കാണും. ഒരുപാട് പേരെ അറിയാവുന്ന ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ, അങ്ങനെ എല്ലാത്തിലും ആക്റ്റീവായിട്ട് ഒരുപാട് പേര് കാണും. അത്യാധുനികമായ സ്റ്റാർട്ടപ്പ് പദ്ധതികളൊക്കെ ഇല്ലേ, അതിലൊക്കെ കാണും. പിന്നെ ഒരു ഭയങ്കര പൈസ ഉണ്ടാക്കണം എന്നൊരു വലിയ വിചാരമായിരിക്കും ഇത്. അതുപോലെ എല്ലാ സാഹചര്യമായിട്ടും ഒത്തുചേർന്ന് പോകും. പക്ഷെ ഇവർ ഭയങ്കര കടുംപിടുത്തക്കാരായിരിക്കും. ഇവർ പറയുന്ന വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാൻ ഇവർ തയ്യാറല്ല. പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ ഗൃഹസ്ഥിതികൾ വെച്ചൊക്കെയാണ് ഒരാൾ എവിടെ താമസിക്കും എന്നൊക്കെ പറയാറ്. ഇപ്പോൾ അതൊക്കെ മാറിപ്പോയില്ല. എന്നെങ്കിലും ഇവർ ഒരു സിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തായിരിക്കും താമസിക്കുക. അതും വെള്ളത്തിനടുത്തൊക്കെയുള്ള സ്ഥലത്തായിരിക്കും താമസിക്കുക. ഇപ്പോഴും ചിലരുടെ കാര്യത്തിലൊക്കെ ഒത്തു വരാറുണ്ട്. എന്നെങ്കിലും അതൊരു കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് അത്യാഗ്രഹം ഇച്ചിരി കൂടുതലായിരിക്കും. പണം ഉണ്ടാക്കണം എന്നൊരു ചിന്ത വളരെയധികം കാണും ഇവർക്ക്. അതുപോലെ ഇവരിൽ പുതിയ ആശയങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. രഹസ്യബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇവർക്ക്. പല രീതിയിലുള്ള വരുമാനം ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലയോ, അതുപോലെ ആണെങ്കിൽ ഇവരുടെ ബുദ്ധിശക്തി അത് ഭയങ്കരമായിരിക്കും. നല്ല അറിവും പെട്ടെന്നല്ല മനസ്സിലാക്കാനുള്ള കഴിവും ഓർമ്മശക്തിയൊക്കെ കാണും. മാനസികമായിട്ട് വളരെ കൺഫ്യൂഷൻ ആയിരിക്കുമേ. അങ്ങനെ ആയിട്ട് ഇവർ പലതരത്തിലുള്ള ഒരു ഉപയോഗമില്ലാത്ത ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഒന്ന് നമ്മൾ തടയാൻ പറ്റുമെങ്കിൽ തടയണം. കുംഭൻ രാശി എന്ന് പറയുന്നത് തന്നെ ഈ നേട്ടങ്ങൾ 14ാമത്തെ രാശിയാണ്. നേട്ടങ്ങളുടെ രാശി, നമ്മുടെ ആശകളുടെ രാശി, പ്രതീക്ഷകളുടെ രാശി, നമ്മുടെ നെറ്റ്വർക്ക് സർക്കിളിൻ്റെയൊക്കെ രാശി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ രാഹു നിൽക്കുമ്പോൾ ഇതെല്ലാം വളരെയധികം വ്യാപിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ വികസിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഒരുപാട് ആശകളെ അടിച്ചമർത്തി ജീവിക്കുന്നവരുമായിരിക്കും. ഇവർക്ക് ടെക്നോളജിയിലൊക്കെ വളരെയധികം ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനെ അതുവഴി ജനങ്ങളെ സ്നേഹിക്കണമെന്ന് വളരെയധികം താല്പര്യവും. നല്ല പൊസിഷനിലൊക്കെയാണ് നമ്മുടെ ജാതകത്തിരിക്കുന്നത്. നമുക്ക് നല്ല ഭാഗ്യമായിരിക്കും. അല്ലാതെ ഉള്ളതാണെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള ഈ പറയുന്ന പോലെയൊക്കെയുള്ള നഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളില്ലേ മടി, പിന്നെ ആണെങ്കിൽ ഈ തടസ്സങ്ങൾ, ഒരുപാട് ഡിലേ, ഇതെല്ലാം വരുത്തുന്നത് ഈ രാഹുവാണേ. ഇവർക്ക് പലതരത്തിലുള്ള ബഹുമാനങ്ങളും അതുപോലെയാണെങ്കിൽ അവാർഡുകളും ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇവർ ഹാർഡ് വർക്ക് ചെയ്യുന്നത് തന്നെ ആഡംബര ജീവിതം നയിക്കാനായിട്ടാണ്. വൈവാഹിക ജീവിതത്തിലൊക്കെ, അതായത് വിവാഹിതം കഴിഞ്ഞവരായാൽ പോലും ആ ജീവിതത്തിലൊക്കെ ഇവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നും കാണുകയില്ല. വിദേശം വഴിയുള്ള പണസമ്പാദനത്തിന് വളരെയധികം സാധ്യതകളാണ്. ഒക്കെ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് വെപ്രാളം കൂടുതൽ കാണിക്കാനുള്ള സാധ്യതയാണ്. പക്ഷെ ഇവരായിരിക്കും മുൻപന്തിയിൽ അങ്ങോട്ട് ഇറങ്ങി നിന്ന് എല്ലാവരോടും ഒക്കെ ഇടപെടാനും ഒക്കെയുള്ള കഴിവുള്ളവർ. ഇവരുടെ കടുംപിടുത്തം കാരണം കുടുംബത്തിലുള്ളവർ പോലും ഇവരെ അങ്ങ് വെറുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇവർ കടുംപിടുത്തം ഉപേക്ഷിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ഇവരുടെ ഒരു ഗമ പോലത്തെ, ഞാനാണ് എല്ലാം, അങ്ങനെയുള്ള ഒരു ഭാവം മിക്കവർക്കും കണ്ടിട്ടുണ്ട്. അത് അവർക്കറിയത്തില്ലെന്ന് നമുക്കറിയാമല്ലോ. അതായത് ഞാൻ പറയുന്നതല്ല ശരി, ഞാൻ ആരോ ആണെന്നൊരു ഭാവത്തിലായിരിക്കും ഇവർ നടക്കുന്നത്. ഈ പറയുന്നതൊക്കെ ഇങ്ങനെയുള്ള വർഷങ്ങളിലുള്ളവരെ നമുക്ക് പലതിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിയുമേ. എല്ലാവരും അങ്ങനെയാണെന്ന് പറയരുത്. ഇപ്പോൾ എന്നെ പോലെയൊക്കെ ആണെങ്കിൽ ഒത്തിരി ഇൻട്രോവേർട്ടായിരിക്കും. ചില സമയത്തിലൊക്കെ ഒരുപാട് തുറന്ന് അങ്ങനെയൊക്കെ പെരുമാറാറുള്ളൂ. അല്ലെങ്കിൽ ഒരു അകലം പാലിക്കും എല്ലാവരിൽ നിന്നും. ഇവർ എല്ലാവരെയും ഒരുപോലെ കാണാനും മറ്റുള്ളവർക്ക് ഒരു പ്രാധാന്യം കൊടുക്കാനും ഒക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും. കുംഭരാശിയുടെ അധിപൻ ശനിയല്ലേ. അപ്പോൾ ശനിയും വായുവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ്. അതുകൊണ്ട് ആ വായുവിൻ്റെ വ്യാപിക്കാനുള്ള ഒരു ടെൻഡൻസി, അങ്ങനെയൊക്കെയുള്ള ഇത് ഇവരിൽ നമുക്ക് കാണാൻ കഴിയും. അത് എപ്പോഴും യാത്ര ചെയ്യുക, ഒരുപാട് അങ്ങ് തുറന്ന് സംസാരിക്കുക, അങ്ങനെയൊക്കെ നമുക്കിവരിൽ കാണാൻ കഴിയും. വലിയ ആശകളായിരിക്കും ഇവർക്ക്. അവരെ കൊണ്ട് സാധിക്കുന്നതിലും വലിയ
പ്രതീക്ഷകളായിരിക്കും ഇവരെക്കുറിച്ച് ഉണ്ടാവുക. അവരതായത് വായുവിൽ കൊട്ടാരം കെട്ടുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഈ സ്വഭാവങ്ങൾ കൂടുതൽ കാണിക്കുക രാഹു ദശയിലൊക്കെ ആയിരിക്കുമേ. മിക്കവരിലും പങ്കാളിയെ സംശയിക്കുന്ന ഒരു സ്വഭാവം കാണും. പക്ഷെ അവർ തുറന്നത് ഈ പറയത്തില്ലെങ്കിലും അവരുടെ മനസ്സിൽ ഇങ്ങനെ വെച്ച് നിന്നിട്ട് അതങ്ങനെ അങ്ങ് സ്ട്രെസ്സ് കൂടിയിട്ട് ഈ വയറിന് അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എല്ലായിടത്തും നമുക്ക് വേണം പ്രാമുഖ്യം, അതുപോലെയാണെങ്കിൽ ഒത്തിരി നേടണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹം കാണും. അതുപോലെ ഇവർ അഡ്വഞ്ചറൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഒരു ഭയവും കാണത്തില്ല എന്ത് ചെയ്യുന്നതിനും. നല്ല ക്രിയേറ്റിവിറ്റി ആവശ്യമുള്ളതും അതായത് പുതിയ പുതിയ ആശയങ്ങൾ ആവശ്യമുള്ള ജോലികളിലൊക്കെ ഇവർ വളരെയധികം ശോഭിക്കും. അങ്ങനെ ഹാർഡ് വർക്ക് കൊണ്ടും അതുപോലെ വലിയ വലിയ പ്രതീക്ഷകൾ കൊണ്ടും പലർക്കും അവർക്ക് നല്ല രീതിയിലാവാനുള്ള കഴിവുണ്ട്. അതായത് ഉദ്യോഗത്തിലൊക്കെ നല്ല രീതിയിലാവാനുള്ള കഴിവുണ്ട്. ഇവരിൽ പലരും ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ ഒരുപാട് തവണ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കരമായിട്ട് സംസാരിക്കുന്നവരായിരിക്കും. മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക പോലും ചെയ്യുകയില്ല. പലപ്പോഴും ഇതിങ്ങനെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇവരിൽ പലരും ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്നവരായിരിക്കും. വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെയധികം ഇൻവോൾവ് ആയിരിക്കും. ഇനി ഇതേ രാഹു വേറെ ഓരോരോ ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലവും വ്യത്യാസമായിരിക്കും. അത് പെട്ടെന്ന് നോക്കാം. ഫലത്തിൽ രാഹു എന്നുള്ള ഫലമായി പറയുന്നത് അവരെ തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. മറ്റുള്ളവരുടെ ഇടയിൽ ഒരു നല്ല ജീവിതം, നല്ല സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നതായിരിക്കും. ഇവരുടെ ജാതകത്തിൽ ശനി ശരിയല്ലെങ്കിൽ ഇവർ ഭയങ്കര ക്രൂരന്മാരും ഭയങ്കര സ്വാർത്ഥമതികളും ഒക്കെ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അവരെക്കുറിച്ച് മാത്രമായിരിക്കും അപ്പോൾ അവർ ചിന്തിക്കുക. അവർക്ക് വേണ്ടി ആയിരിക്കും അവർ ഒരു ജോലി ചെയ്യുന്നതും എല്ലാം അവർക്ക് വേണ്ടിയായിരിക്കും. ഇവർക്ക് സന്തോഷം വരുന്നതും സങ്കടം വരുന്നതും എല്ലാം പെട്ടെന്നായിരിക്കും. ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയത്തില്ലേ, അത് തന്നെ. ഇപ്പം ഇങ്ങനെ ഭയങ്കര മടിയായിരിക്കും പലപ്പോഴും. അതുപോലെ വർക്കെല്ലാം ഇങ്ങനെ പെൻഡിങ്ങിൽ വയ്ക്കുന്ന ഒരു സ്വഭാവം കാണും. ഇനി രാഹു 2 നിന്നാൽ ഇവർക്ക് എപ്പോഴും പണം ഉണ്ടാക്കണം അങ്ങനെയൊരു ചിന്ത കാണും. പണം ഇങ്ങനെ കൂട്ടി വയ്ക്കുന്ന സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കും അത്. അതുപോലെ തന്നെയാണെങ്കിൽ ബിസിനസ്സിലൊക്കെ എടുത്തിയാടാനുള്ള സാധ്യതയുണ്ട്. ഈ കോമ്പറ്റീഷനിലൊക്കെ വിജയിക്കുന്ന ഇവരുടെ ആത്മവിശ്വാസം കൂട്ടുക തന്നെ ചെയ്യും. 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ സഹോദരങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും ഇതായി കാണാം. അതുപോലെ വിദേശത്തൊക്കെ പോകുന്നത് എളുപ്പം സാധിക്കും. ബുധനുമായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ലവ് മാരേജിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുപോലെ വിദേശത്തൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. കുംഭത്തിലെ രാഹു 4-ലാണെങ്കിൽ അവർക്ക് ഒരുപാട് പേരും പ്രശസ്തിയും എല്ലാം കിട്ടാനും വളരെയധികം വിജയങ്ങൾ ഉണ്ടാകാനും അതുപോലെയാണെങ്കിൽ ഒരുപാട് ധനം കയ്യിൽ വരാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവരുടെ അമ്മയുടെ ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ ഇവർക്ക് ഒരുപാട് പ്രോപ്പർട്ടിയൊക്കെ കിട്ടുമെന്ന് പറയുന്നില്ല, അതിൻ്റെ ഡോക്യുമെൻറ്റ്സും എല്ലാം ഇവർ വളരെയധികം ശ്രദ്ധിച്ചു വേണം വയ്ക്കാൻ. 5-ലാണ് രാഹുവെങ്കിൽ വളരെയധികം സംസാരിക്കുന്നവരായിരിക്കും. ഒരു ഇൻറ്റ്യൂഷനൊക്കെ ഇല്ലേ വളരെയധികം കൂടുതലായിരിക്കും. സ്ത്രീകളാണെങ്കിൽ അവരിൽ കൂടുതൽ പേർക്കും സിസേറിയൻ ആകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ 6-ലാണെങ്കിൽ വളരെയധികം കടങ്ങളൊന്നും വരാതെ ഒന്ന് സൂക്ഷിച്ചോണേ. 7-ലാണെങ്കിൽ അവരുടെ കൾച്ചറല്ലാതെ മറ്റൊരു കൾച്ചറിൽ നിന്ന് വിവാഹം കഴിക്കാനുള്ള സാധ്യതയുണ്ട്. 8-ലാണെങ്കിൽ ഭയങ്കര ഡിപ്രഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ റൂം മെഡിക്കേഷൻ ഒന്നും ഉണ്ടാകാമെന്ന് സൂക്ഷിച്ചോണേ. 9-ലാണെങ്കിൽ അവരുടെ മാമൂലികളിലൊന്നും വിശ്വസിക്കാത്തവരായിരിക്കും. അവർ ദൈവവിശ്വാസം പോലും കാണാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. പരിഹാരമായിട്ട് പറയുക, അടുക്കളയിരുന്ന് തിന്നുക, വെള്ളിപ്പാത്രത്തിൽ കുടിക്കുക, അങ്ങനെയൊക്കെയല്ലയോ. ശിവാരാധനയാണ് എല്ലാത്തിനും ഏറ്റവും നല്ലത്. പിന്നെ നാഗാരാധനയും വളരെയധികം ഫലം ചെയ്യും. ഓം നമഃ ശിവായ. ഒരു വളരെയധികം സൂക്ഷിക്കുന്നത് എന്തുവാന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഗിഫ്റ്റായിട്ട് തരുവാണ്, അതൊരിക്കലും വാങ്ങിക്കരുത്.